Hi dear friends, welcome back to Easy Commerce Concepts by Ajiza Fibinsha. So എല്ലാ കൂട്ടുകാരും എക്കണോമിക്സ് എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ +1 അക്കൗണ്ടൻസി ആനുവൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. സോ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് ആദ്യം എല്ലാ കോൺസെപ്റ്റ്സുകളും ക്ലിയർ ആയിരിക്കണം. സോ ഒന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട 6 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 6 items which you have to must learn. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, അത് ഞാൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ജസ്റ്റ് ഇങ്ങനെ 1, 2, 3 എന്ന് പറഞ്ഞാൽ പറയാം. അതിനുശേഷം നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം എന്താണ്, അത് ഉദ്ദേശിക്കുന്നത്. 2, അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അക്കൗണ്ടിങ്ങിനെ എങ്ങനെയൊന്ന് കാണാം. ദെൻ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ഉപയോഗങ്ങൾ ആർക്കൊക്കെയാണുള്ളത്, ആരാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്നവർ. ദെൻ 4th വൺ, ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സുകൾ എന്തെല്ലാമാണ്. 5, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്. 6, റോൾ ഓഫ് അക്കൗണ്ടിങ്. ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സ്മാർട്ടായിട്ടിരിക്കുക, കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. സോ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മീനിങ് ഇങ്ങനെയാണ്: accounting is a process of identifying, measuring, recording the business transactions and communicating thereof the required information to the interested users. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ആക്ടിവിറ്റി. അത് ഒത്തിരി സ്റ്റെപ്സുകൾ വരുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈങ് ആണ്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനെയും ഇവൻസിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, തിരിച്ചറിയുക, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക. 2, അതിനെ മെഷർ ചെയ്യുക. ന്യൂമറിക്കൽ ടേംസിൽ നമ്പേഴ്സ് ഉപയോഗിച്ച് അത് എത്രയാണ്, അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്, അതിനെ നമ്മൾ അളക്കുക, മെഷർ ചെയ്യാം. 3, അതിനെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുക. ഏതിലൊക്കെയാണോ പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് ഓരോരോ പുസ്തകങ്ങളിൽ അത് റെക്കോർഡ് ചെയ്യാം. ആൻഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം പോരാ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആർക്കൊക്കെയാണോ വേണ്ടത്, അത് സമയാസമയങ്ങളിൽ ആർക്കൊക്കെയാണോ അത് ഉപയോഗമുള്ളത് അവരിലേക്ക് അത് കൃത്യമായി എത്തിക്കുക. വി നീഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഇൻഫർമേഷൻസ് ഓഫ് അക്കൗണ്ടിങ് ടു ദ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഓഫ് ദ ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മീനിങ് എഴുതുന്ന സമയത്ത് ഇത്ര സിമ്പിളായിട്ട് എഴുതിയാൽ മതി. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? ഒരു പ്രോസസ്സാണ്. അതിൽ ഐഡൻറ്റിഫൈങ് വരുന്നുണ്ട്, മെഷറിങ് വരുന്നുണ്ട്, റെക്കോർഡിങ് വരുന്നുണ്ട്, ബിസിനസ് ട്രാൻസാക്ഷൻസുകൾ. എന്നിട്ട് ചുമ്മാ അതങ്ങനെ വെച്ചിരിക്കുവല്ല, അത് ആർക്കൊക്കെയാണോ ആവശ്യം അവർക്കത് കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർന്നാൽ അക്കൗണ്ടിങ് ആണ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ മീനിങ് ഓഫ് അക്കൗണ്ടിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. രണ്ടാമത്തത് അക്കൗണ്ടിങ് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ, ഒരു വിവരശേഖരണത്തിൻ്റെ ഒരു ഉറവിടമായിട്ട് നമുക്ക് അക്കൗണ്ടിങ്ങിനെ എങ്ങനെ കാണാമെന്നാണ് അടുത്തത് നോക്കുന്നത്. Accounting as a source of information system is a process of identifying, measuring, recording and communicating the economic events of the organization to interested parties of the information. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള സെയിം ടോപ്പിക് അല്ലെങ്കിൽ ഏരിയ തന്നെയാണ് അതിൽ വരുന്നത്. നമുക്ക് ആളുകൾക്ക് വിവരങ്ങൾ അറിയണമെങ്കിൽ, ഇപ്പോൾ ഇന്ന ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഇന്ന ഒരു കമ്പനിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഐ ഷുഡ് നോ ദ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ ഐ ഷുഡ് നോ ദ വെൽത്ത് മാക്സിമൈസിങ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ, റൈറ്റ്? സോ എങ്ങനെയാണ് എനിക്ക് ആ ഒരു ഇൻഫർമേഷൻ കിട്ടുക? ത്രൂ ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ത്രൂ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രയൽ ബാലൻസസ്. ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായ ഇൻഫർമേഷൻസ് കിട്ടും, റൈറ്റ്? സോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഒരു സോഴ്സായിട്ട്, തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷനായിട്ട് അക്കൗണ്ടിങ്ങിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ കാര്യം യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആണ്. അതായത് ഈ ലഭ്യമാകുന്ന ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ഇൻഫർമേഷൻസ് ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുക, ആരാണ് ഇത് അൾട്ടിമേറ്റ്ലി യൂസ് ചെയ്യുന്നതിന് എൻ്റെ യൂസേഴ്സ് ആയിരിക്കണം. അതൊരു സിംഗിൾ യൂസർ അല്ല, ഒത്തിരി യൂസേഴ്സ് വരുന്നുണ്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷന്. അത് ആരൊക്കെയാണ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം.
Accounting plays a significant role in society by providing information to management at all levels and to those having a direct financial interest in the enterprise. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു, ആ ഒരു ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള താല്പര്യമുള്ള ആർക്കും തന്നെ ആ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഉപയോഗിക്കാവുന്നതാണ്. പലർക്കും പല രീതിയിലായിരിക്കും അത് അറിയേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുവരെ ചെയ്തിട്ടില്ല, താല്പര്യമുള്ള അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവർ എന്തിൻ്റെ ബേസിലാണ് ഈ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക? ആ കമ്പനിക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ, അവർക്ക് നല്ല രീതിയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്ക് എന്താണ് മാർക്കറ്റിലുള്ള അവരുടെ ഒരു ഗുഡ് വില്ല്, റെപ്യൂട്ടേഷൻ, ഇമേജ്, അവരുടെ ഗുഡ്സിനൊക്കെ അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സിനൊക്കെ മാർക്കറ്റിലുള്ള ഡിമാൻഡ്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം ഇവർക്ക് വളരെ കൃത്യമായി അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ തീർച്ചയായും പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിന് ഇതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആരാണ്? ഇപ്പം ഞാൻ ഒരാൾക്ക് എന്തെങ്കിലും പണം അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്താണ്, ഞാൻ അവരുടെ ഡെപ്റ്ററാണ്, അവരെൻ്റെ ക്രെഡിറ്ററാണ്. അതായത് ഞാൻ അങ്ങോട്ടേക്ക് ലയബിളാണ് അവർക്ക്. അപ്പോൾ എന്താണ്, ആ ഒരു രീതിയിലുണ്ട്. അപ്പോൾ ക്രെഡിറ്റേഴ്സിനൊക്കെ എന്ന് പറയുമ്പം അവർക്ക് ഒത്തിരി സന്തോഷമാകും, നല്ലൊരു രീതിയിൽ ബിസിനസ്സൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നവരൊക്കെ ആകുമ്പോൾ അവർക്ക് ഒത്തിരി സമാധാനമാണ്. ലൈക്ക് ഇവർ കൃത്യമായിട്ട് പണം തിരിച്ചു തരും എന്നുള്ളൊരു സമാധാനമുണ്ട്. ഫോർ എക്സാമ്പിൾ ബാങ്ക്, അതേപോലെ തന്നെ ഇവർ എവിടുന്നൊക്കെയാണോ കടം എടുത്തിട്ടുള്ളത് അവർക്കൊക്കെ അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി പോകുന്നുണ്ട്, ഇവരെന്തായാലും തിരിച്ചടയ്ക്കും എന്നുള്ള ഒരു വിശ്വാസം, ഒരു സമാധാനം അവർക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയല്ല, വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യും, വളരെ കോൺഷ്യസ് ആയിരിക്കും. ഇവർ എത്രയും പെട്ടെന്ന് ഇവരുടെ പണം വേഗം തിരിച്ച് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്വേഷണറി മെഷേഴ്സ് ഒക്കെ അവരെടുക്കാൻ നോക്കും. അപ്പോൾ ക്രെഡിറ്റേഴ്സിനും ഉണ്ട്. കാരണം ക്രെഡിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ബിസിനസ് അങ്ങോട്ടേക്ക് പണം കൊടുക്കാനുള്ള ആളുകൾ, അപ്പോൾ അവർക്ക് തീർച്ചയായും ഒരു വേവലാതി ഉണ്ടാവും, നമ്മുടെ പണം കറക്റ്റ് സമയത്ത് കിട്ടുമെന്ന്. അത് ഇവർക്ക് അറിയണമെങ്കിൽ പ്രോപ്പറായിട്ട് ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ അനലൈസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ആരൊക്കെ പറഞ്ഞു? നമ്മൾ പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞു, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞു. പിന്നെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു ദോസ് ഹു ഹാവിങ് ഇൻഡയറക്റ്റ് ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് സച്ച് ആസ് റെഗുലേറ്ററി ഏജൻസീസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും, അത് അവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ഗവൺമെൻറ്റിനുണ്ടാവും, കൃത്യമായി ടാക്സ് ഇവർ പേ ചെയ്യണം, ഇവരടയ്ക്കുന്ന ടാക്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യാനൊക്കെ ഇവർക്ക് കൃത്യമായിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഈ അക്കൗണ്ടിങ് ഡീറ്റെയിൽസിൽ നിന്ന് കിട്ടും. ടാക്സ് അതോറിറ്റീസ്, കസ്റ്റമേഴ്സിന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചാണോ, അല്ലെങ്കിൽ ഇവരെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ നല്ല ഹൈ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ കസ്റ്റമേഴ്സിനൊരു തിങ് ഉണ്ടാവും, നമ്മുടെ ക്യാഷ് ആണല്ലോ ഈ ഓർഗനൈസേഷനിലേക്ക് പോകുന്നത്, അപ്പോൾ നമ്മളെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടോ, ചൂഷണം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒബ്വിയസ് ആയിട്ട് അവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കമ്പനിയല്ലേ, അപ്പോൾ ആ കമ്പനീൻ്റെ ഒരു എന്താണ് അതിൻ്റെ നിലവിലുള്ള ഒരു അവസ്ഥ, പൊസിഷൻ എന്നറിയാൻ അവർക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാവും. പിന്നെ ലേബർ യൂണിയൻസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും തൊഴിലാളികൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള ലൈക്ക് വേജ് ഇൻക്രിമെൻറ്റ്, സാലറി ഇൻക്രിമെൻറ്റ്, ബോണസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായും തൊഴിലാളികളുടെ ഒരു യൂണിയനായിട്ടുള്ള ട്രേഡ് യൂണിയൻസിന് തീർച്ചയായും അതിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ ട്രേഡ് അസോസിയേഷൻസ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഞാൻ 1 by 1 ആയിട്ട് ഒന്നുകൂടെ പറയാം. ഒന്ന് പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ ക്രെഡിറ്റേഴ്സ്, റെഗുലേറ്ററി ഏജൻസീസ്, ടാക്സ് അതോറിറ്റീസ്, കസ്റ്റമേഴ്സ്, ലേബർ യൂണിയൻസ്, ട്രേഡ് അസോസിയേഷൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് അതേഴ്സ്. ഇവർക്കൊക്കെ തീർച്ചയായും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്താണ് ഈ ബിസിനസ് ചെയ്യുന്നത്, ഈ ബിസിനസ് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടോ അതോ മോശം അവസ്ഥയാണോ, നിലവിലുള്ള ആ ഒരു ബിസിനസ്സിൻ്റെ ആ ഒരു ഫിനാൻഷ്യൽ പൊസിഷനും ലയബിലിറ്റീസും അസറ്റ്സും എല്ലാം ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായും അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ ഒരു ഏരിയ ആണ് ദാറ്റ് ഇസ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ അക്കൗണ്ടിങ്. ഒരു അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അതിന് ചില
ഗുണങ്ങൾ ഉണ്ടായിരിക്കണം, ചില മെറിറ്റ്സ് അല്ലെങ്കിൽ ചില ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം, എങ്കിലേ അതൊരു നല്ലൊരു അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, ടു മേക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഡിസിഷൻ യൂസ്ഫുൾ. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇത്രയും തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ആളുകൾ യൂസ് ചെയ്യുന്നത് ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആണ്. സോ അത് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റെതായ ചില ഒരു ഫോർമാറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ട്, അതിനുണ്ടായിരിക്കേണ്ട ചില ക്വാളിറ്റീസുകളുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുണ്ടാവണം, എന്നാലേ ഈ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ആക്യുറേറ്റും റിലയബിളും ആവുകയുള്ളൂ. അല്ലെങ്കിൽ വളരെ, അതായത് ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് കിട്ടുന്ന ഇൻപുട്സ് അനുസരിച്ചിരിക്കും നമ്മൾ കൊടുക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടാണ് ആക്ച്വലി ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ്. അപ്പോൾ അത് എന്തോരം ക്വാളിറ്റി ഉള്ളതാണോ അതിനനുസരിച്ചിരിക്കും നമ്മൾ എടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളിലൂടെ പുറത്ത് വരുന്ന ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, അതിലൂടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട 4 ക്വാളിറ്റീസ് ആണ്. ഒന്ന് റിലയബിലിറ്റി, 2 അണ്ടർസ്റ്റാൻഡബിലിറ്റി, 3 റെലവൻസ്, 4 കമ്പാരബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റണം, വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ഡേറ്റയിലൂടെ നമുക്ക് കിട്ടേണ്ടത്. അല്ലാതെ ആരെങ്കിലും എവിടെന്നെങ്കിലും അറിഞ്ഞത് കേട്ടിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത്. കൃത്യമായിട്ട് സോഴ്സ് കണ്ട് വിശ്വസിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻസ് ആയിരിക്കണം. പിന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, ഒരുപാട് കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളെല്ലാം വെച്ചിട്ട് ഇതിൽ ഇട്ടിട്ട് കാര്യമില്ല. ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്നുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ എത്ര നല്ല കാര്യമാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് വായിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷനെ കൊണ്ട് അത് കമ്മ്യൂണിക്കേഷനേ അല്ല. ഓക്കെ, അതിനെ കൊണ്ട് ഒരു അർത്ഥമല്ല. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത ഇത്രയും വർക്ക്സ് മീനിങ്ലെസ് ആയിപ്പോവും, അതിനെ കൊണ്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം. അപ്പം അണ്ടർസ്റ്റാൻഡബിൾ, ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഗോട്ട് ദ ഐഡിയ? സോ അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പിന്നെ റെലവൻസ്, അതായത് സിഗ്നിഫിക്കൻ്റ് ആയിരിക്കണം, പ്രധാനപ്പെട്ടതായിരിക്കണം. ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല അക്കൗണ്ടിങ്ങിൽ ഉണ്ടായിരിക്കണം. ഒരാൾക്ക് തീരുമാനം എടുക്കാൻ എന്താണോ റെലവൻ്റ് ആയിട്ടുള്ള, റെലവൻസ് എന്ന് വെച്ചാൽ ആ പ്രാധാന്യം, ആ ഒരു സിഗ്നിഫിക്കൻസ് അതുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ആ നിലവിലെ നമ്മുടെ മാർക്കറ്റ് കണ്ടീഷൻ, നിലവിലെ എക്കണോമിക് ബാരിയേഴ്സ്, എക്കണോമിക് എൻവയോൺമെൻറ്റ്, നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റ്, അതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായിട്ട് കോപ്പപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു 10 വർഷം മുമ്പുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സർക്കംസ്റ്റാൻസസിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അതിൽ എടുത്തിട്ട് കാര്യമില്ല. റെലവൻസ് വേണം, പ്രാധാന്യം വേണം, ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് അതിന് എന്തെങ്കിലും ഒരു സ്യൂട്ടബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് 4th വൺ, കമ്പാരബിലിറ്റി, അതായത് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, ഈ വർഷത്തെ നമ്മളുടെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റണം, താരതമ്യം ചെയ്യാൻ പറ്റണം. എന്നാലേ നമ്മുടെ സ്ഥാപനത്തിന് ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളുടെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഇങ്ങനെ തന്നെ പോയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെയുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കമ്പാരിസൺ എപ്പോഴും നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഐ എം ഡൂയിങ് ഗുഡ് എന്നുള്ള ഒരു ലെവൽ അങ്ങനെ പോകും. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ മത്സരിക്കണം എന്നാണ് പറയുക. അതുപോലെ ബിസിനസ് ഓർഗനൈസേഷന് മുന്നോട്ട് പോകണമെങ്കിൽ ദേ ഹാവ് ടു കമ്പയർ ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്ത് ദെയർ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് അതർ ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ. സോ അങ്ങനെ കമ്പയർ ചെയ്യാനുള്ള ക്വാളിറ്റി ആ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ 4 കാര്യങ്ങളാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒന്ന്, റിലയബിലിറ്റി ഉണ്ടായിരിക്കണം, പിന്നെ അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം, അതുപോലെ റെലവൻസ് ഉണ്ടായിരിക്കണം, കമ്പാരബിലിറ്റി ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഒരു നല്ലൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ആണ്. 5ാമത്തെ പോയിന്റ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അക്കൗണ്ടിങ് ഒക്കെ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ അക്കൗണ്ടിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം. ഒന്ന്, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്സിൻ്റെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ക്രൊണോളജിക്കൽ ഓർഡറിൽ വളരെ കൃത്യമായിട്ട് ബിസിനസ്സിൻ്റെ റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാൻ അക്കൗണ്ടിങ് കൂടിയേ തീരും. 2, കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. നമ്മുടെ ബിസിനസ്
ഫസ്റ്റ് ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കുറേ എക്സ്പെൻസ് വരുന്നുണ്ട്, കോസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ? അൾട്ടിമേറ്റ്ലി ഒരു ബിസിനസ് അവരുടെ എയിം എന്ന് പറയുന്നത് തന്നെ ലാഭം ഉണ്ടാക്കുക, പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. സോ അത് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയണ്ടേ, അതാണ് അൾട്ടിമേറ്റ് ഗോൾ. സോ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മളെ ബിസിനസ് ഉണ്ടാക്കുന്ന ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. ലാഭമാണെങ്കിൽ വളരെ നല്ലതാണ്, ഇനിയും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നഷ്ടമാണെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് റെക്ടിഫൈ ചെയ്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റീവ് മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ്, ഡെപിക്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. നിലവിലെ ബിസിനസിന്റെ അവസ്ഥ എന്താണ് അത് നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. അസറ്റ്സ് ആയിട്ടും ലയബിലിറ്റീസ് ആയിട്ടും ഒക്കെ തന്നിട്ട് നമ്മുടെ നിലവിലെ ബിസിനസിന്റെ അവസ്ഥ, ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്ന്, നല്ലൊരു അവസ്ഥയാണോ അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയാണോ, എന്താണെങ്കിലും അത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അത് തീർച്ചയായും ആ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അതറിയാൻ നല്ല ക്യൂരിയസ് ആയിരിക്കും. ഇപ്പം നിങ്ങൾ തന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ ആൻസർ കീസ് ഒക്കെ പെട്ടെന്ന് നോക്കുന്നതിൻ്റെ കാരണം എന്താ, നമ്മൾ എഴുതിയതൊക്കെ റൈറ്റ് ആണോ ശരിയാണോ എന്ന് അറിഞ്ഞിട്ട് അത് ശരിയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു സമാധാനവും സന്തോഷമൊന്നും വേറെ തന്നെ. തെറ്റാണെന്ന് അറിയുമ്പോൾ നെക്സ്റ്റ് ടൈം അതെങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്ന് നിങ്ങൾ നോക്കും. ദ സെയിം തിങ്, അതിൻ്റെ കുറച്ച് വലിയൊരു വേർഷനാണ് ഇവിടെ നിന്ന് മാത്രം. ആൻഡ് മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ്സ് ആൻഡ് യൂസേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് അറിയാൻ ആ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് മാത്രമല്ല താല്പര്യമുള്ളത്. ഒരുപാട് ആളുകൾ ഈ ബിസിനസ്സിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ളതും ഇന്റേണൽ ആയിട്ടുള്ള ആളുകൾ വേറെ ഉണ്ട്. അവർക്കും ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യണം. ക്രെഡിറ്റേഴ്സ് ആണെങ്കിലും ടാക്സ് അതോറിറ്റി ആണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള നീഡ്സ് ഉണ്ട് ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട്. അപ്പം അവർക്കും കൊടുക്കാനും ഇത് വേണം. അപ്പം ഇത്രയും കാര്യങ്ങൾ വേണമെങ്കിൽ അറിയണമെങ്കിൽ തീർച്ചയായും അക്കൗണ്ടിങ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള 6ാമത്തെ കാര്യമാണ്, ദാറ്റ് ഈസ് റോൾ ഓഫ് അക്കൗണ്ടിങ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ പങ്ക്? The accounting is not an end itself, it is means to an end and it plays a role of. അപ്പോൾ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരു ചുമ്മാ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയോ പ്രോസസ്സോ അല്ല. അതിൽ അക്കൗണ്ടിങ്ങിന് ഒരുപാട് റോൾ ഉണ്ട്. ഏതൊക്കെയാണ്? ആക്ച്വലി നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോലെ വേർഡ്സ് ഉപയോഗിച്ചിട്ട് സംസാരിക്കാനുള്ള കഴിവ് ഒരു ബിസിനസ്സിനില്ല. അപ്പോൾ ഒരു ബിസിനസ് തൻ്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ച് ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ആക്ച്വലി അക്കൗണ്ടിങ്. സോ അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എല്ലാ ബിസിനസ്സിൻ്റെയും ലാംഗ്വേജ്, അതിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നതാണ് ആക്ച്വലി അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ആൻഡ് ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ്. നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെയാണോ മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് ക്രൊണോളജിക്കൽ ഓർഡറിൽ 1 by 1 ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റെക്കോർഡാണ് ആക്ച്വലി എന്ത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പിന്നെ നിലവിലെ നമ്മുടെ കറണ്ട് എക്കണോമിക് റിയാലിറ്റി എന്താണ്, നിലവിലെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മിററായിട്ട് ആക്ച്വലി അക്കൗണ്ടിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അത് നല്ലൊരു ഇൻഫർമേഷൻ സിസ്റ്റമാണ്. നമുക്കറിയാം നമ്മൾ ഏത് തീരുമാനം, ഇപ്പം നിങ്ങൾ +1 +2 കഴിഞ്ഞ് മറ്റൊരു കോഴ്സിലേക്ക് പോകുന്നതാണെങ്കിലും എന്താണെങ്കിലും വാട്ട് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ പലരോട് അഭിപ്രായങ്ങൾ ചോദിക്കും, പല സോഴ്സുകൾ നിങ്ങൾ സ്വീകരിക്കും. ഇത് എവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ്. സോ യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻസ് റിഗാർഡിങ് എനിത്തിങ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മെനി ഇൻഫർമേഷൻ സോഴ്സസ്. ഒത്തിരി ഇൻഫർമേഷൻ സോഴ്സസിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡിപ്പെൻഡ് ചെയ്തായിട്ട് വരും. അതുപോലെ ഒരു സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിലെ ആളുകളുടെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമാണ് ആക്ച്വലി എന്ത് ഈ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ തീരുമാനങ്ങൾ എടുക്കുന്നത്. അവർക്ക് ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നാ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ പെട്ടെന്നൊരു ഒഴിവിലി വന്നിട്ടൊന്നുമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. എല്ലാ തീരുമാനങ്ങളുടെ പിന്നിലും ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ട്. അതിനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ബിസിനസ്സിൽ ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഓൾറെഡി കോറിലേഷൻ, റിഗ്രഷൻ, അനോവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. ദെൻ സർവീസ് ടു യൂസേഴ്സ്. നമ്മൾ ഈ അക്കൗണ്ടിങ് സിസ്റ്റം യൂസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കുള്ള സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിങ്ങളോട്
പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ആരൊക്കെയാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിൻ്റെ യൂസേഴ്സ്, അതേപോലെ തന്നെ ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ, അങ്ങനെയൊക്കെ ചോദിക്കും. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. പിന്നെ നമ്മൾ ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള സ്പെൻഡിങ് ആണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, പിന്നെ ഒരു നല്ലൊരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയായിരിക്കും, പിന്നെ കുറേ കാര്യങ്ങൾ തന്നിട്ട് ഓഡ് വൺ ഔട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്